എല്ലാവരെയും സാദരം പ്രണമിച്ചുകൊണ്ട് ഭാഗവത യജ്ഞത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം ഭാരതീയരെ സംബന്ധിച്ച് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പുരാണമാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു പുരാണം അത് ഈ 2009 എന്താ അതിനൊരു പ്രസക്തി എന്നൊരു സംശയം നമുക്ക് ഉള്ളിലുണ്ടാവാം. കാരണം പുരാണങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിലെ കഥകൾ പറയുന്നതല്ലേ. പിന്നെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഭഗവാന്റെ അവതാര കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഭഗവാൻ മത്സ്യമായിട്ട് അവതരിച്ചു, കൂർമ്മയായിട്ട് അവതരിച്ചു, അതുപോലെ വരാഹമായിട്ട് അവതരിച്ചു, നരസിംഹമായിട്ട് അവതരിച്ചു. ഈ കഥകളൊക്കെ മുത്തശ്ശിമാരിൽ നിന്നോ അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കഥകളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ പ്രയോജനപ്പെടുക എന്നൊരു ചോദ്യം എല്ലാ മനുഷ്യ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് ഭാഗവതം സജ്ജനങ്ങളിലൂടെ കേൾക്കുമ്പോൾ, ഗുരുക്കന്മാരിലൂടെ കേൾക്കുമ്പോൾ ഭാഗവതത്തിന്റെ പ്രസക്തി ഈ വെറും കഥകൾ മാത്രമല്ല, മനുഷ്യ മനസ്സിനെ വളരെ ആഴത്തിൽ അപഗ്രഥിച്ച, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ, ശക്തിയും കഴിവും സാധ്യതകളും മനസ്സിലാക്കിയ മഹാത്മാക്കള് അവര് കണ്ടെത്തിയ ജീവിത സത്യങ്ങളാണ് ഭാഗവതത്തിലുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ എന്തെല്ലാം മാറ്റം വരുത്തിയാൽ നമുക്ക് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാം എന്നതും, പല കഴിവുകളും പല ശക്തികളിൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്നത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന് നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിപ്പിച്ച് നമ്മളെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം എന്ന് നമുക്ക് ഭാഗവതം ശരിക്കും മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ സുകൃതികളാണ്, ഭാഗ്യം ചെയ്തവരാണ്. നമുക്ക് ഭാഗവതത്തെ മുഴുവൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇവിടെ വലിയൊരു ഭാഗ്യം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ് എറണാകുളം കരയോഗം. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് ഭാഗവതത്തെ ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ഉള്ളിലേക്ക്, ഇന്നത്തെ പ്രശ്നങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം എന്ന ഒരു വലിയൊരു താല്പര്യം കൊണ്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പ്രഭാഷണ പരമ്പര, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു വിപ്ലവം, മാറ്റത്തിന്റെ വിപ്ലവം വരുത്താൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. നിങ്ങൾ പലരും അനവധി പ്രഭാഷണങ്ങൾ കേട്ടവരാണ്, ഒരുപാട് തവണ സപ്താഹങ്ങൾ കേട്ടവരാണ്. ആദ്യമായൊരു അപേക്ഷ, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കി വയ്ക്കും. ഇതുവരെ കേട്ടതൊക്കെ ഒന്ന് മാറ്റി തന്നു, മനസ്സിനെ കാലിയാക്കും. വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു തുറന്ന മനസ്സോടുകൂടിയിട്ട് നിങ്ങൾ കേൾക്കണം. തുറന്ന മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സ്വാമി? അതെന്ത് മനസ്സാ? ഒരു കഥ കേട്ടിട്ടുണ്ട് ഞാൻ, 2 ഉറുമ്പുകളുടെ കഥ. ഒരു അമ്മിണി ഉറുമ്പും ഒരു സുന്ദരി ഉറുമ്പും സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്ന കാലം, നല്ലവണ്ണം ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ചുറുചുറുക്കുള്ള സുന്ദരികളായിട്ട് അമ്മിണിയും സുന്ദരിയും നടക്കുന്ന കാലം. പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി. 2 പേരും ഒഴുകിപ്പോയി. ഒഴുകി എത്തിച്ചേർന്നത് ഒരു ഉപ്പു ഫാക്ടറിയിലാണ്, ഉപ്പുണ്ടാക്കുന്ന സ്ഥലം. നിവൃത്തിയൊന്നുമില്ല. അമ്മിണി ഉറുമ്പ് പറഞ്ഞു, ഉപ്പെങ്കിലും ഉപ്പ് കഴിക്കാം. സുന്ദരി പറഞ്ഞു പറ്റണില്ല. എന്തിനു പറയണോ? ഉറുമ്പ് ഉപ്പ് കഴിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും? മെല്ലിഞ്ഞ് വരാൻ തുടങ്ങി 2 പേരും. എന്തിനു പറയുന്നു? ഭാഗ്യം വീണ്ടും ഇവരെ കടാക്ഷിച്ചു. മറ്റൊരു വെള്ളപ്പൊക്കത്തിൽ ഇവർ 2 പേരും അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ എത്തിച്ചേർന്നത് ഷുഗർ ഫാക്ടറിയിലാണ്. പറയണ്ടല്ലോ. പക്ഷേ അമ്മിണി ഉറുമ്പ് തടിച്ച് വരാൻ തുടങ്ങി. സുന്ദരി അപ്പോഴും മെലിഞ്ഞു എന്ന് മാത്രമല്ല, ഒന്നുകൂടി മെലിയാൻ തുടങ്ങി. ആ മിണിയുറുമ്പ് ചോദിച്ചു, നിനക്കെന്ത് പറ്റിയില്ല? എനിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല, വയറിന് പിടിക്കുന്നില്ല.
അതെന്താ? പഞ്ചസാര നമ്മുടെ ഭക്ഷണമല്ലേ, അത് പിടിക്കുമല്ലോ, നിനക്കെന്ത് പറ്റി? പറഞ്ഞു എനിക്ക് പിടിക്കുന്നില്ല. എന്തായാലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വിചാരിച്ചു. ആരെ? സുന്ദരി ഉറുമ്പിനെ. ഏത് ഡോക്ടർ? ഡോക്ടർ ഉറുമ്പൻ കൊണ്ടുപോയി. അവിടെ ചെന്ന് തറോ ചെക്കപ്പ്, MRP എല്ലാം ചെയ്തു നോക്കി. എന്താ കാണുന്നത് എന്നല്ലേ? നമ്മുടെ സുന്ദരി ഉറുമ്പ് വായിൽ നിറയെ ഉപ്പ് വെച്ചു വന്നിരിക്കുക. അന്നത്തെ ഉപ്പ് ഫാക്ടറിയിൽ നിന്ന് കഴിച്ച ഉപ്പുണ്ടല്ലോ, അപ്പോഴും ഇത് വായില, അതിതുവരെ കളഞ്ഞിട്ടില്ല. ആ ഉപ്പ് വെച്ചിട്ടാണ് പഞ്ചസാര തട്ടുന്നത്. അതുകൊണ്ട് ഉപ്പും പഞ്ചസാരയും കൂടി അകത്തി എന്നപ്പോ ലൂസ് മോഷൻ. ആർക്ക്? സുന്ദരി ഉറുമ്പിന്. ഡോക്ടർ ചോദിച്ചു, എന്തിനാ സുന്ദരി ഉറുമ്പേ നീ ഈ ഉപ്പെല്ലാം വെച്ച് നടക്കുന്നത്? പറയണ കുറേ കാലമായിട്ട് ഉപ്പ് കഴിച്ച് പിന്നെ ഈ ഉപ്പിന്റെ രുചിയല്ലാതെ മറ്റൊന്നും പിടിക്കുന്നില്ല, അതുകൊണ്ടാണ് ഉപ്പ് വെച്ച് നടക്കുന്നത്. ഉറുമ്പൻ ഡോക്ടർ ഉപ്പെടുത്തെല്ലാം കളഞ്ഞ് പഞ്ചസാര കൊടുത്തു. ഒരാഴ്ച കൊണ്ട് തടി ശരിയായി. ഇതുപോലെ നമ്മുടെ ഉള്ളിലൊക്കെ കുറച്ച് ഉറുമ്പിന്റെ കഥ പറഞ്ഞ പോലെ ഉപ്പുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കും. ആ ഉപ്പുകളൊക്കെ കളഞ്ഞ് ഫ്രഷായിട്ട് കേൾക്കുക. ഈ ഭാഗവതം എന്ന് പറയുന്നതെല്ലാം ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണല്ലോ, അല്ലേ? അപ്പൊ നമ്മള് ഭാരതീയ സംസ്കാരത്തെ ആരംഭിക്കുക, എന്നിട്ടല്ലേ നമ്മളെ ഭാഗവതത്തിന്റെ സ്ഥാനം എന്താണെന്ന് നമുക്കറിയുള്ളൂ. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഭാരതീയ സംസ്കാരം മനസ്സിലാക്കണം. അതെന്തിനാണ്? കാരണം ഈ ഭാഗവതത്തിനെ കുറിച്ച് പലർക്കും പല രീതിയിലുള്ള തെറ്റായ ധാരണകളുണ്ട്. ചിലര് പറയുന്നു ഗീതയും ഭാഗവതവും വേറെ വേറെയാണ്. ചിലര് പറയുന്നു വേദവും ഭാഗവതവും വേറെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ പലർക്കും ഉണ്ട്. അപ്പൊ ഈ ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവതത്തെ മാറ്റിവെക്കുന്നത്. കുറച്ചു നേരം ഭാരതീയ സംസ്കാരത്തെ നമ്മൾ നോക്കുക. ഭാരതീയ സംസ്കാരം, അങ്ങനെ ഒരു സംസ്കാരം ഉരുത്തിരിയുന്നതിന് മുമ്പ് ലോകത്തിൽ ആദ്യമായി മനുഷ്യ വിഭാഗം ഈ ഭാരതത്തിലൊക്കെ ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു സംസ്കാരം ആദ്യമായി ഉരുത്തിരിഞ്ഞത്. എന്തായാലും ഇന്ന് ലോകത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളെക്കാളും പ്രാചീന സംസ്കാരം എന്ന് പറയുന്നത് ഏതാണ്? ഇസ്ലാം സംസ്കാരമായാലും ക്രിസ്ത്യൻ സംസ്കാരമായാലും ബുദ്ധ സംസ്കാരമായാലും മറ്റുള്ള സംസ്കാരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രാചീന സംസ്കാരം ആരുടേതാണ്? എല്ലാവരും ഉത്തരം പറയണേ. ഭാരതീയ സംസ്കാരമാണ്, സംശയമില്ലല്ലോ. അപ്പൊ ഭാരതത്തിലായിരിക്കണം മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾ വ്യാപരിച്ചിട്ടുണ്ടാവുക. ഏതായാലും അന്നും ഗ്രന്ഥങ്ങളൊന്നുമില്ലേ. ഞാൻ പറയുന്നത് വേദങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഭാഗവതമില്ല, ഇതിഹാസങ്ങളില്ല, വേദമില്ല, ഒന്നുമില്ല. ഹ്യൂമൻ എവല്യൂഷൻ തുടങ്ങിയ സമയം. അങ്ങനെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി. അവൻ അവന്റെ സർവൈവലിന് വേണ്ടി, സർവൈവൽ ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ആഹാരാദികൾ ശേഖരിക്കുന്നു. പിന്നെ അവന്റെ ഉള്ളിലുള്ള കാമവികാരങ്ങളുണ്ട് ഇണചേരുന്നു, പ്രത്യുൽപാദനം ചെയ്യുന്നു. പിന്നീട് അവന്റെ ജിജ്ഞാസ കൊണ്ട് അവൻ പലതും ഭൗതികമായി കണ്ടെത്തുന്നു. പക്ഷെ അവനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ അവനെ ചിന്തിപ്പിച്ചു കാണും, കുറച്ച് സൂക്ഷ്മമായിട്ട്. ഒന്നാമത്തത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, കൂടെയുള്ളവരുടെ മരണം ഉണ്ടാക്കുന്ന മാനസിക ആഘാതം, മനോവേദന. രണ്ടാമത്തത് പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന ഇടിവെട്ടുകളും മിന്നലുകളും അതുപോലെ തന്നെ കാട്ടുതീയും വെള്ളപ്പൊക്കവും അതുപോലെ വന്യമൃഗങ്ങളുടെ ഉപദ്രവവും ഉണ്ടാക്കുന്ന ഭയം. ഇത് രണ്ടും അവന്റെ മനസ്സിനെ അലട്ടുമ്പോൾ എവിടെയോ ഒരു ഇൻസെക്യൂരിറ്റി അവൻ ഫീൽ ചെയ്തിട്ടുണ്ടാവണം. ഈ ഇൻസെക്യൂരിറ്റി അവനെ കൂട്ടം കൂട്ടമായി ജീവിക്കാൻ, ഒരു കമ്മ്യൂണലായിട്ട് ജീവിക്കാൻ അവനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം, അല്ലേ? ഭയം വരുമ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടം ആയിട്ട് നിൽക്കുക. ശബരിമലയിൽ ആന വരണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പണ്ടൊരു ഗുരുസ്വാമിയുടെ കഥ കേട്ടിട്ടുണ്ട്. ഗുരുസ്വാമി കുറെ ആളുകളെ ശബരിമലയ്ക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ പമ്പയിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കയറുന്ന സമയത്ത് ആരോ പറഞ്ഞു, ഒറ്റയാൻ വരുന്നുണ്ട് എന്ന് ഉച്ചത്തിൽ അലറി ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു ഗുരുസ്വാമി 40 സ്വാമിമാരും ഉണ്ട്. ഗുരുസ്വാമിക്ക് നല്ല പ്രായമുണ്ടേ. അപ്പൊ ഗുരുസ്വാമിക്ക് മുട്ടുപറിക്കാൻ തുടങ്ങി. തന്റെ കൂടെയുള്ള ശിഷ്യന്മാർ ഓടിപ്പോവെന്ന് കരുതിയിട്ട് ഗുരുസ്വാമി ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ ശിഷ്യന്മാരെ ആരും ഓടിപ്പോവേണ്ടതില്ല, പേടിയുള്ളവരൊക്കെ എന്റെ ചുറ്റും നിന്നാണ് കൈകോർത്ത് പിടിച്ചു നിന്നോളൂ എന്ന്. അപ്പോഴാ ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഗുരുസ്വാമി നമ്മളെക്കാളും പേടിയുടെ ഉള്ളിലായിരിക്കുന്നത്. പേടിയുള്ളവർ എന്റെ ചുറ്റും കൈകോർത്ത് പിടിച്ചു നിന്നോളൂ. ഇതുപോലെ ഭയം അവർക്കുണ്ടായിണ്ടാവാം. അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു അന്വേഷണം വന്നിട്ടുണ്ടാവും. ഇതിനൊക്കെ എവിടെയെങ്കിലും ഒരു ശക്തി, ഒരു ധൈര്യം മനസ്സിന് കണ്ടെത്താൻ സാധിക്കില്ലേ? അതവനെ ഒരുപക്ഷെ പ്രകൃതിയെ ആരാധിക്കുന്നതിലേക്ക്, ഒരു ശക്തി കണ്ടെത്തുന്നതിലേക്ക് തിരിച്ചിട്ടുണ്ടാവണം. അങ്ങനെയായിരിക്കണം മനുഷ്യൻ ഈശ്വരനെ പ്രകൃതി ശക്തികളിലൂടെ, കാണാൻ പറ്റാത്ത ഈശ്വരനെ പ്രകൃതി ശക്തികളിലൂടെ ആരാധിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഈ ആരാധന കൊണ്ടൊന്നും അവന്റെ മനസ്സിന് സംതൃപ്തി വന്നിട്ടുണ്ടാവില്ല. അപ്പോഴായിരിക്കും അവന്റെ ഉള്ളിൽ ജിജ്ഞാസ വികസിച്ചത്. എന്തായിരിക്കണം ഭാരതീയ സംസ്കാരത്തെ ജനിപ്പിച്ച അതിഗംഭീരമായൊരു ജിജ്ഞാസ? നമ്മൾ ഉപനിഷത്തുകളിലേക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, മനുഷ്യൻ നോക്കുന്ന സമയത്ത് അവൻ കാണുന്ന ഒരു അനുഭവം മരണമാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള ഏത് ജീവജാലങ്ങളെപ്പോലെ, ചെടികളെപ്പോലെ, മൃഗങ്ങളെപ്പോലെ അവന്റെ ശരീരവും ചീഞ്ഞളിഞ്ഞ് മണ്ണിലേക്ക് ചേരുന്നു. ചെടികളും അങ്ങനെ തന്നെയാണ്, മൃഗങ്ങളും അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങനെയാണ്. അപ്പൊ പ്രകൃതിയിലേക്ക് ചേരുന്നു എന്നതുകൊണ്ട് അവൻ മനസ്സിലാക്കി ഇതെല്ലാം വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? പ്രകൃതിയിൽ നിന്നാണ്. അന്ന് മനുഷ്യൻ ഒരു പാഠം പഠിച്ചു കാണും, പ്രകൃതിയിൽ നിന്ന് വന്നതെല്ലാം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും. പുറത്തു വയ്ക്കണേ, പ്രകൃതിയിൽ നിന്ന് വന്നതെല്ലാം പ്രകൃതിയിലേക്ക് പോകും. അവൻ അവിടം കൊണ്ടും നിന്നില്ല. അവന്റെ ജിജ്ഞാസ അടുത്തൊരു ചോദ്യത്തിലേക്കായിരുന്നു. എങ്കിൽ ഈ വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളുള്ള, ഭയവും ദുഃഖവും അനുഭവിച്ച, വ്യത്യസ്ത അറിവുകളും കഴിവുകളുമുള്ള ഈ മനസ്സ് എവിടെ നിന്ന് വന്നു? ചോദ്യം മനസ്സിലായോ? വ്യത്യസ്ത സ്വഭാവവിശേഷമുള്ള, അറിവും കഴിവുമുള്ള ഈ മനസ്സ് എവിടെ നിന്ന് വന്നു? ഈ ചോദ്യം അവരെ വളരെയധികം ചിന്തിപ്പിച്ച ചോദ്യമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ ഉറവിടെന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ നിന്നാണ്. മനസ്സ് എവിടെ നിന്ന് വന്നു? അപ്പൊ അവര് ചിന്തിച്ചു, മനസ്സ് വന്നത് പ്രകൃതിയിൽ നിന്നാവോ? മനസ്സ് വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാവോ? അവർക്ക് മനസ്സിലായി മനസ്സ് വന്നത് എവിടെ നിന്നല്ല, പ്രകൃതിയിൽ നിന്നല്ല. എന്തുകൊണ്ട് പ്രകൃതിയിൽ നിന്നല്ല? എന്തുകൊണ്ട് പ്രകൃതിയിൽ നിന്നല്ല? പ്രകൃതിയിൽ നിന്നായിരുന്നു എങ്കിൽ അത് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, പ്രകൃതിയിൽ നിന്ന് വന്നിരുന്നു എങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ് ഈ ശരീരം ഉരുത്തിരിഞ്ഞെങ്കിൽ, അച്ഛന്റെയും അമ്മയുടെയും ശരീരത്തിൽ നിന്നാണ് മനസ്സുരുത്തിരിഞ്ഞെങ്കിൽ, തീർച്ചയായിട്ടും ആ മനസ്സ് പരിപൂർണമായി അച്ഛന്റെയും അമ്മയുടെയും ഒരുപോലെയുള്ളതായിരിക്കണം, സ്വഭാവമുള്ളതായിരിക്കണം. അവര് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു അച്ഛനും അമ്മയ്ക്കും 4 കുട്ടികളുണ്ടെങ്കിൽ 4 പേരുടെയും മനസ്സൊരുപോലെയല്ല. അവർ കണ്ടെത്തിയ ഒരു വലിയ കണ്ടെത്തൽ,
വൈവിധ്യങ്ങളാണ് മനസ്സ്. എന്താണ്? ഒരു മനസ്സുപോലെ പരിപൂർണമായി മറ്റൊരു മനസ്സ് ഇവിടെ ഇല്ല. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് സമാനതകൾ ഉണ്ടെങ്കിലും, രാവിലെ ചായ കഴിക്കണോ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കണോ, വൈകുന്നേരം ചായ കഴിക്കണോ, ഇത്തരത്തിലുള്ളൊക്കെ സമാനതകളൊക്കെ നമുക്കുണ്ടെങ്കിലും പരിപൂർണമായി ഒരാളുടെ സ്വഭാവം പോലെയല്ല മറ്റൊരാളുടെ സ്വഭാവം. ചോദിക്കട്ടെ ഒരു ചോദ്യം, നിങ്ങളുടെ അതേപോലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മൈൻഡ്, അതേ സ്വഭാവമുള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇതുവരെ ഈ ലോകത്തിൽ ഒരാൾക്കും, ഞാനിപ്പോ എത്രയോ സപ്താഹങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെയൊക്കെ ചോദിച്ചിട്ട് അവർ ഉത്തരം പറഞ്ഞില്ല എന്നാണ്. ഇനിയിപ്പോ എറണാകുളത്തായിട്ട് ഉണ്ടാവും തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഒരു മനസ്സ് പോലെ വേറൊരു മനസ്സ് ഇല്ല. അപ്പൊ പിന്നെ ഈ മനസ്സ് എവിടെ നിന്ന് വന്നു? ഇതായിരുന്നു ഋഷിമാരെ അലട്ടിയ ചോദ്യം. ഹിന്ദു മതത്തിന്റെ കാതലായ ചോദ്യമാണ് ഈ ചോദ്യം. വാട്ട് ഈസ് ഹിന്ദു റിലീജിയൻ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഇന്ത്യൻ കൾച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതീയ സംസ്കാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇതാണ്: മനസ്സ് എവിടെ നിന്ന് വന്നു എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. അപ്പൊ എവിടുന്നാ മനസ്സ് വന്നത്? നമ്മൾ ഉത്തരം ഇപ്പോഴും കണ്ടെത്തിയില്ലല്ലോ. പ്രകൃതിയിൽ നിന്നല്ല. സാധാരണ നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പറയാ ആള് മരിച്ചു പോയിട്ടോ. എങ്ങോട്ട് പോയി? ട്രിവാൻഡ്രത്തേക്കോ? ആള് മരിച്ചുപോയി. എങ്ങോട്ട് പോയി? എങ്ങടാ പോയതെന്ന് അറിയില്ല, പക്ഷെ ആള് മരിച്ചുപോയി. ഈ മരിച്ചുപോയി എന്ന് പറയുന്നത് എന്താ പോയത്? ശരീരം പോയോ? ഈ ശരീരം അവിടെ കിടക്കുന്നില്ലേ? പോട്ടെ, നമ്മൾ തൽക്കാലം എങ്ങനെ കിടക്കുക. അപ്പൊ നിങ്ങൾ ജീവൻ എന്ന് പറയും, ആത്മാവെന്ന് പറയും, പ്രാണൻ എന്ന് പറയും, ഒക്കെ പറഞ്ഞോളൂ. പക്ഷെ മനസ്സുണ്ടോ? അതില് മനസ്സുണ്ടോ? ആദ്യം ജീവനല്ല പോകുന്നത്. ഈവൻ മെഡിക്കൽ സയൻസിലൊക്കെ നിങ്ങൾ ഡോക്ടർമാർ പറയുന്നത്, പിന്നെ ഇന്ന് അനുഭവമാണല്ലോ, പണ്ടത്തെക്കാളും അനുഭവമല്ലേ നമുക്ക്. ഡോക്ടർമാർ പറയുന്നു വേണ്ടല്ലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കണ്ണും അയാളുടെ കിഡ്നിയും എടുക്കാലോ, ഇല്ലേ? എത്ര സമയം കൊണ്ട് എടുക്കണം? 3 മണിക്കൂർ വെച്ചോളൂ. ഈ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ അയാളുടെ കിഡ്നിയും ഹാർട്ടൊക്കെ എടുത്ത് മാറ്റാം, കണ്ണൊക്കെ എടുക്കാം. പക്ഷെ ഈ 3 മണിക്കൂർ അയാളുടെ ശരീരം കീറി മുറിക്കുമ്പോൾ അയാൾക്ക് പെയിൻ അറിയൂ? അപ്പൊ എന്താ ഇല്ലാത്തത്? കീറി മുറിച്ചാൽ അയാൾക്ക് പെയിൻ ഇല്ല, പക്ഷെ അയാളിൽ അപ്പോഴും എന്തുണ്ട്? കൺഫ്യൂഷൻ ആയല്ലോ നിങ്ങള്. ജീവനാണോ മനസ്സാണോ? നിങ്ങളെ ബോധം കെടുത്തിയാൽ, നിങ്ങളെ കീറി മുറിക്കുമ്പോൾ നിങ്ങളുടെ ജീവനുണ്ടോ മനസ്സുണ്ടോ? മനസ്സുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയുന്നില്ല, അല്ലേ? ജീവനുണ്ട്, പക്ഷെ നിങ്ങൾ വേദന അറിയുന്നു. ഇതുപോലെ മരിച്ച ആ വ്യക്തിയെ കീറി മുറിച്ച് വല്ലതൊക്കെ എടുക്കുന്ന സമയത്ത് അയാൾക്ക് അതെടുക്കാൻ സാധിക്കുന്ന അതിൽ ജീവനുള്ളതുകൊണ്ടാണ്. പക്ഷെ അതിലെന്തില്ല. അപ്പൊ ആദ്യം വിട്ടുപോകുന്നത് ആരാണ്? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാ പറയുന്നത്രേ, ഈ മൃഗങ്ങളെയൊക്കെ കൊന്ന് പെട്ടെന്ന് വേവിച്ചു കഴിക്കുമ്പോഴേ അതിനെ കൊന്ന പാവം നമുക്കുണ്ട് എന്ന്. അതുകൊണ്ട് നമുക്കൊരു സിദ്ധാന്തമുണ്ട്, എന്ത്? കൊന്നാ പാപം കഴിഞ്ഞല്ലോ പണി. ഇപ്പൊ അതിന്റെ പാപം നമുക്കില്ലല്ലോ. അപ്പോ മനസ്സ് ആദ്യം പോണു, പിന്നെയാണ് ജീവന്റെ പ്രകടനമില്ലാതെയാവും. നിൽക്കട്ടെ, അപ്പൊ മനസ്സ് പോയി എന്ന് പറയണം. എവിടേക്ക് പോയി മനസ്സ്? എന്തിനു പോയി മനസ്സ്? ഇതാണ് അവര് ചിന്തിപ്പിച്ചിട്ടുണ്ടാവുക, ഈ വിഷയങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായില്ല ഇപ്പോഴും. എന്താ ചോദ്യം? മനസ്സ് എവിടെ നിന്ന് വന്നു, ഇപ്പൊ എവിടേക്ക് പോയി? ഇതാണ് ഭാരതീയ സംസ്കാരം.
അപ്പോ അവര് ചിന്തിച്ചത്, അവര് മനസ്സിലാക്കിയത്, എളുപ്പം അതിനൊരു ഉത്തരം അവർ കണ്ടെത്തിയത്, ശരീരം പ്രകൃതിയിലേക്ക് പോവാൻ കാരണം എന്തായിരിക്കണം? അത് പ്രകൃതിയിൽ നിന്ന് വന്നു, അതിനെ നിലനിർത്തുന്നതും. അപ്പൊ ഈ ശരീരത്തെ നിലനിർത്താൻ നമുക്ക് പ്രകൃതിയിൽ നിന്ന് 5 സാധനങ്ങൾ വേണം. എന്തൊക്കെയായിരിക്കണം? ആഹാരം വേണം. ഇതാര് തരണം? ഭൂമി തരണം. അപ്പൊ ഈ ശരീരത്തിൽ നിലനിൽക്കാൻ ആരുടെ ആവശ്യമുണ്ട്? ഭൂമിയുടെ. കുടിക്കാൻ വെള്ളം വേണം, അത് പ്രകൃതി തരണം. പിന്നെ ശ്വസിക്കാൻ വായു വേണം. ഈ ശരീരത്തിൽ ആഹാരാദികൾ ദഹിക്കാൻ, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ അഗ്നി വേണം. പിന്നെ ഈ ശരീരത്തിന് സഞ്ചരിക്കാൻ പുറത്തും അകത്തും ഭക്ഷണം ഉള്ളിൽ എത്തണമെങ്കിലൊക്കെ സ്പേസ് വേണം. അപ്പൊ ഈ ശരീരത്തിന് നിലനിൽക്കാൻ ആരൊക്കെ വേണം? ഭൂമി വേണം, വെള്ളം വേണം, അഗ്നി വേണം, വായു വേണം, ആകാശം. ഇതിനെ വിളിക്കുന്നത് പഞ്ചഭൂതങ്ങൾ. അപ്പൊ ശരീരം പഞ്ചഭൂതത്തിൽ നിന്ന് വന്നു, പഞ്ചഭൂതത്താൽ നിലനിർത്തി ശരീരം തിരിച്ചു പോകുന്നത് പഞ്ചഭൂതത്തിലേക്ക് ആണല്ലോ. എന്നാൽ മനസ്സിനെ നിലനിർത്തുന്നത് ഈ പഞ്ചഭൂതാണോ? ആണോ? അല്ല. അതെങ്ങനെ മനസ്സിലായി? ശരീരം ഇല്ലാതിരിക്കുമ്പോഴും മനസ്സ് നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ശരീരം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരീരം വിട്ടുപോയി എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം ചിന്തിക്കും നിങ്ങൾ. ചോദ്യം ഇതാണ്: ശരീരം ഇല്ലാതെയും ശരീരബോധമില്ലാതെയും മനസ്സ് നിലനിൽക്കുമോ? അപ്പൊ ശരീരബോധമില്ലാതെയും മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? പഞ്ചഭൂതങ്ങളല്ല. ശരീരമില്ലാതെയും ആര് നിലനിൽക്കുന്നുണ്ട്? മനസ്സ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആരാണ് ഈ മനസ്സിനെ നിലനിർത്തുന്നത്? അപ്പോ അവര് മനസ്സിലാക്കി, വളരെ ശ്രദ്ധിച്ച് പറയുന്നത്, മനസ്സ് ഉറങ്ങുന്നുണ്ട്, ഉണരുന്നുണ്ട്, ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ആരാണോ മനസ്സിനെ ഉണർത്തുന്നത്, ആരാണോ മനസ്സിനെ ഉണർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്, ഏതൊരു ശക്തിയാണോ മനസ്സ് ഉറങ്ങുമ്പോഴും അതിനെ നിലനിർത്തുന്നത്, അത് തന്നെയായിരിക്കണം മനസ്സിന്റെ ഉറവിടം. ഒന്നുകൂടി വ്യക്താക്കാം. നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ശരീരമാണോ ഉണരുന്നത് അതോ മനസ്സാണോ? അപ്പോ ശരീരം ഉണരുന്നതിന് മുമ്പ് ആര് ഉണരണം? രാവിലെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, ഉണരണ്ടേ, സമയത്ത് കുറച്ചുകൂടി കിടക്കാം. സൺഡേ ഒക്കെ ആണെങ്കിൽ ആകെ സൺഡേ ആണ് മനസ്സിൽ, അല്ലേ? ഇന്ന് സൺഡേ അല്ലേ, എന്തിനാ എണീക്കണേ? എന്നാലും എണീക്കുക, ശീലമുള്ളതല്ലേ, കുറച്ച് പാടും. ഇതെല്ലാം ഡിസ്കഷൻ, ഒരു ഗീത ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഉള്ളില്. അർജുന ശ്രീകൃഷ്ണ സംവാദമൊക്കെ. ഉത്തിഷ്ഠാന്ന ബുദ്ധി പറയുമ്പോൾ മനസ്സ് പറയും കിടന്നോളൂ, എളുപ്പം അങ്ങനെയുണ്ട്. ശരി, മനസ്സിനെ ഉണർത്തിയതോ? മനസ്സും ബുദ്ധിയൊക്കെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം നമ്മൾ എത്തിച്ചേരുന്നത് മരിച്ച ശരീരത്തിൽ ഉണരാത്തതിന് കാരണം, മരിച്ച ഒരു ബോഡിയിൽ മനസ്സ് ഉണരാത്തതിന് കാരണം ആ ശരീരത്തിൽ ഒരു ചൈതന്യ തേജസ്സില്ല. നമ്മുടെ ശരീരത്തിൽ മനസ്സുണരാൻ കാരണം ഒരു ചൈതന്യമുള്ളത് കൊണ്ടാണ്. ചൈതന്യമുണ്ടെങ്കിലേ മനസ്സിന് ഉണരാൻ സാധിക്കുകയുള്ളൂ. ചൈതന്യമുണ്ടെങ്കിലേ മനസ്സിനുണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ചൈതന്യമുണ്ടെങ്കിലേ മനസ്സിന് ഉറക്കത്തിലും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നമ്മുടെ പൂർവികന്മാരെ മനസ്സിലാക്കി, മനസ്സിന്റെ ഉറവിടം, അതിനെ ഉണർത്തുന്ന, അതിനെ ഉണർത്തി പ്രവർത്തിപ്പിക്കുന്ന, അത് ഉറങ്ങിയാലും അത് നിലനിർത്തുന്ന ചൈതന്യമാണ്. ആ ചൈതന്യത്തെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഇത് തന്നെയാണ് ഈശ്വരൻ, ഇത് തന്നെയാണ് ഈശ്വരൻ. ഏതാണ് ഈശ്വരൻ? എങ്ങനെയുള്ള ചൈതന്യം?
ഉണർത്തി പ്രവർത്തിപ്പിക്കുന്ന, ഉറക്കത്തിലും അതിനെ നിലനിർത്തുന്ന ശക്തിയാണ് ഈശ്വരൻ. ഋഷി ഉറക്ക വിളിച്ചു പറഞ്ഞു, ഇത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. ഇതിനെയാണ് ബ്രഹ്മം, ഇതാണ് സത്യം. ഇതിൽ നിന്ന് അന്യമായൊരു സത്യം വേറെയില്ല. അതുകൊണ്ട് ഋഷിയുടെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകൾ മയ്യേവ സകലം ജാതം മയി സർവം പ്രവർത്തിതം മയി സർവം ലയം യാതി തദ്ബ്രഹ്മാത്വയമസ്മ്യഹം. മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം മയി സർവം ലയം യാതി തദ്ബ്രഹ്മ അദ്വയമസ്മ്യഹം. ഏതൊരു ചൈതന്യത്തിൽ നിന്നാണോ മനസ്സുണർന്നു വന്നത്, ഏതൊരു ചൈതന്യമുള്ളത് കൊണ്ടാണോ മനസ്സ് ഉണർന്ന് പ്രവർത്തിച്ചത്, ഏതൊരു ചൈതന്യമുള്ളത് കൊണ്ടാണോ ഉറക്കത്തിലും മനസ്സ് നിലനിന്നത്, ആ സത്യത്തെയാണ് ഈശ്വരൻ എന്ന് വിളിച്ചത്. വേദത്തിൽ ഋഷീശ്വരന്മാര് പുരുഷൻ എന്നുള്ള ശബ്ദമാണ് അതിന് ഉപയോഗിച്ചത്. അപ്പോ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് മനസ്സുണർന്നത്, ചൈതന്യമുള്ളത് കൊണ്ടാണ് മനസ്സുണർന്ന് പ്രവർത്തിച്ചത്, ചൈതന്യമുള്ളത് കൊണ്ടാണ് മനസ്സ് ഉറക്കത്തിലും നിലനിൽക്കുന്നത്. വളരെ ശ്രദ്ധിക്കണേ. ശരീരം പ്രകൃതിയിലേക്ക് പോവാൻ കാരണം അത് വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ മനസ്സ് വന്നിരിക്കുന്നത് ചൈതന്യത്തിൽ നിന്നാണെങ്കിൽ അത് തിരിച്ചു പോവേണ്ടതും ചൈതന്യത്തിൽ. ഇതിനെയാണ് അവര് മോക്ഷം എന്ന് പറഞ്ഞത്. മോക്ഷം എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന് വന്നുവോ അതിലേക്ക് തന്നെ തിരിച്ചു പോകണം. ശരീരം പ്രകൃതിയിലേക്ക് പോകണം, മനസ്സ് അത് വന്നിരിക്കുന്ന ചൈതന്യത്തിലേക്ക്. ഋഷി ഉറക്കം വിളിച്ചു പറയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്, പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ. പൂർണ്ണമത, ഈ ശരീരവും പൂർണ്ണമാവണം. പൂർണ്ണമിദം, ഏതും പൂർണ്ണമാവണം. ശരീരം പ്രകൃതിയിലേക്ക് ചേരുമ്പോൾ പൂർണ്ണമായി. നിങ്ങളുടെ യാത്ര പൂർണ്ണമാവണമെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വന്നു അവിടെ എത്തിച്ചേരണം, അല്ലേ? ഇതുപോലെ നമ്മുടെ ശരീരത്തിന്റെ യാത്ര പൂർണ്ണമാവുന്നത് അത് പ്രകൃതിയിൽ നിന്ന് വന്നതാണെങ്കിൽ അവിടെ എത്തിച്ചേരുമ്പോഴാണെങ്കിൽ, മനസ്സിന്റെ യാത്ര പൂർണ്ണമാവുന്നത് അത് ചൈതന്യത്തിൽ നിന്ന് വന്നതാണെങ്കിൽ, അതുകൊണ്ട് ഋഷി പറഞ്ഞു പൂർണ്ണമത പൂർണ്ണമിതം, അതും പൂർണ്ണമാവണം. അതും എന്ന് പറഞ്ഞാൽ ശരീരം, ഇതം എന്ന് പറഞ്ഞാൽ മനസ്സ്. പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ അവശിഷ്യതേ. അവസാനം അവശേഷിക്കുന്നത് പൂർണ്ണത മാത്രം. ഇന്നത്തെ മോഡേൺ സയൻസ് നിൽക്കുന്നതും ദ ടോട്ടൽ വാല്യൂ ഓഫ് എനർജീസ് ഓർ